എല്ലാവർക്കും പുതിയൊരു തുടക്കാവട്ടെ. ഇന്നൊരു വീടിൻ്റെ കിച്ചൺ കബോർഡിൻ്റെ ഫിറ്റിങ്ങിൻ്റെ അവസാന ദിവസം. സാധാരണ മുതലാളിമാർക്ക് കിട്ടുന്ന പണി എൻ്റെ അച്ചാച്ചനും കിട്ടി കേട്ടോ. പണിക്കാരൻ പണി മുടക്കി, ഇന്ന് വരില്ല, എന്തു ചെയ്യാം? ഗതികെട്ട് നിന്ന സമയത്ത് എന്നെയും കൂടെ കൂട്ടി പണിക്ക്. അപ്രൻറ്റീസിന് എന്ത് പണി അറിയാം എന്നൊരു ഡയലോഗും. അത് കേട്ടപ്പം മൊത്തം ഫിറ്റ് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും പക്ഷെ ഫിറ്റിംഗ് അറിയാത്തതുകൊണ്ട് ഞാനൊന്നും അനങ്ങിയില്ല. ചെന്നപാടെ എൻ്റെ ധൈര്യം മുഖത്ത് കണ്ടതുകൊണ്ടാവാം, ചെന്നപ്പോഴേ ഒരു ഏണിയും മെഷീനും റിബറ്റ് കണ്ണും കയ്യിൽ തന്നു. ഏണിപ്പുറത്ത് കയറി ഹോളിട്ട് റിബറ്റ് അടിക്കാൻ പറഞ്ഞു. ഒട്ടും അടിച്ചു നിന്നില്ല, ഞാൻ ചാടി ഏണിപ്പുറത്ത് കയറി കേട്ടോ. എൻ്റെ പണികളെല്ലാം ഭംഗിയാക്കി കൊടുത്തു. ഏതാണ്ട് വലിയ ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷത്തിലേ ഡോറിൻ്റെ എല്ലാ സ്റ്റിക്കറും ഇളക്കി കൊടുത്തു. ഇത് ഞാൻ ഹോസ്പിറ്റലിലെ ജോലിയോടൊപ്പം എൻജോയ് ചെയ്ത് ചെയ്യുന്ന വർക്കാണ്. ഒന്നുകിൽ നൈറ്റ് അല്ലെങ്കിൽ ഓഫ്, ഇങ്ങനെയുള്ളപ്പോഴാണേ ഞാൻ കൂടെ ഇറങ്ങാറ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഇവിടെ തീരാറാവുന്നുണ്ട്. മറ്റു മുതലാളിമാരെ പോലൊന്നും അല്ല എൻ്റെ മുതലാളി. അപ്രൻറ്റീസ് ആണെങ്കിലും കറക്റ്റായിട്ട് ശമ്പളം തരും. കാരണം ഈ കാശേ വൈകിട്ട് വീട്ടിൽ മീനായിട്ടും പച്ചക്കറിയായിട്ടും പാലായിട്ടും തിരിച്ചു കയറുന്ന എൻ്റെ മുതലാളിക്കറിയാം. എന്നെ കാണുന്ന എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കേണ്ടതേ നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്ത് പ്രശ്നമായാലും അത് പ്രശ്നമല്ലാതായിട്ട് അങ്ങ് മാറിക്കോളും. ഞാൻ ഒരു സ്ത്രീ ആയിപ്പോയതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്നൊന്നും ആരും ചിന്തിക്കണ്ട. അപ്പോഴും ചാടി ഇറങ്ങിയേക്കണം. അങ്ങനെയെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വിമർശനങ്ങളും ചൂണ്ടിക്കാണിച്ച് എല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണേ.